ബിഗ് ടി വി ബ്രേക്കിംഗ്. ജാതി വിവേചനത്തിനെതിരെ പട നയിച്ച അയ്യങ്കാളി നേരിട്ടിടപെട്ട് വിദ്യാഭ്യാസം ഉറപ്പാക്കിയ പഞ്ചമിയുടെ 4ാം തലമുറയും ജാതി വിവേചനത്തിന്റെ ഇരകളാകുന്നതായി പരാതി. ഊരൂട്ടമ്പലം സരസ്വതി വിദ്യാലയത്തിലെ സ്കൂൾ ബസ്സിലെ ആയ ജയശ്രീയാണ് സ്കൂളിലെ വെഹിക്കിൾ കോർഡിനേറ്റർ അഭിലാഷ് ജാതി അധിക്ഷേപം നടത്തിയെന്ന പരാതിയുമായി രംഗത്ത് വന്നിരിക്കുന്നത്. ജയശ്രീയെ 3ാം ദിവസം ജോലിയിൽ നിന്ന് പിരിച്ചുവിടുകയും ചെയ്തു. ജാതീയമായി അധിക്ഷേപിച്ചു എന്ന് ആരോപിച്ച് യുവതി പോലീസിൽ പരാതിയും നൽകി. ഇവരുടെ ശരീരത്തിൽ നിന്ന് ദുർഗന്ധം വമിക്കുന്നുവെന്ന് രക്ഷിതാക്കൾ പരാതി പറഞ്ഞുവെന്ന് പറഞ്ഞാണ് ഈ നടപടി. വിവരങ്ങളുമായി മാർലിവ വർഗീസ് പോൾ നമുക്കൊപ്പം ചേരുകയാണ്. മാർലിവ, നമ്മൾ ഒരുപാട് കാലം മുന്നോട്ട് പോയി ഒരു പരിഷ്കൃത സമൂഹത്തിലാണ് ജീവിക്കുന്നത് എന്ന് പറയുമ്പോഴും ജാതീയമായുള്ള അധിക്ഷേപങ്ങൾ, വംശീയമായിട്ടുള്ള അധിക്ഷേപങ്ങൾ, ഇതൊക്കെ ഇന്നത്തെ കാലത്തും ഉണ്ടെന്ന് വിശ്വസിക്കാൻ തന്നെ ബുദ്ധിമുട്ടാണ്. എന്താണ് ഇതിനെക്കുറിച്ച് നമുക്ക് അറിയാൻ കഴിയുന്ന കാര്യങ്ങൾ? രേണു, വലിയ ജാതീയമായൊരു അധിക്ഷേപമാണ് തിരുവനന്തപുരം ഊരൂട്ടമ്പലം സരസ്വതി വിദ്യാലയത്തിൽ ഉണ്ടായിരിക്കുന്നത്. പ്രത്യേകിച്ച് ചരിത്ര പ്രാധാന്യമുള്ള അയ്യൻകാളിയുമായി ബന്ധപ്പെട്ട ആ പഞ്ചമി എന്ന് പറയുന്ന വ്യക്തിയുടെ 4ാം തലമുറയിൽപ്പെട്ട ജയശ്രീക്കാണ് സരസ്വതി വിദ്യാലയത്തിൽ നിന്ന് ശരീരത്തിൽ നിന്ന് ദുർഗന്ധം വമിക്കുന്നു, അതുകൊണ്ട് ജോലിയിൽ നിന്ന് പിരിച്ചുവിടുകയാണെന്നുള്ളൊരു കാര്യമാണ് പറഞ്ഞിരിക്കുന്നത്. വലിയ ജാതി അധിക്ഷേപം. നമ്മളോടൊപ്പം ജയശ്രീ തന്നെ ചേരുകയാണ്. എന്താണ് സംഭവിച്ചത്? സംഭവം, എനിക്ക് ജോലിക്ക് ആവശ്യമായിരുന്നു. അപ്പം ജോലിക്ക് വേണ്ടി ഞാൻ ഒരു ചേച്ചിയോട് പറഞ്ഞിരുന്നു. അപ്പം അവിടെ വണ്ടിയിൽ കിളിയാറ്റ് പോകുന്ന ചേച്ചി എന്നെ ഒരു ദിവസം വിളിച്ച് പറഞ്ഞ്, ജയശ്രീ അവിടെ ജോലിയുണ്ട്, നീ വരണുണ്ടോന്ന്. ഞാൻ പറഞ്ഞു ചേച്ചി വരാം. അപ്പം ഒരു മാസം 5000 രൂപയാണെന്ന് പറഞ്ഞു. അങ്ങനെ 3ാം തീയതി ജോലിക്ക് പോയി. ഉച്ചയ്ക്ക് പോയ ശേഷം അങ്ങനെ 3 ദിവസം പോയി. 3ൻ്റെ അന്ന്, അതായത് ഇന്നലെ രാവിലെ പോയിട്ട് ഉച്ചയ്ക്ക് പോയപ്പോഴാണ് ആ ചേച്ചി എന്നെ സ്കൂളിൽ കയറിയതും ചേച്ചി വന്ന് എന്നോട് പറയുന്നത്, ജയശ്രീ നിന്നെക്കുറിച്ച് ഒരു പരാതിയുണ്ട്, നീ SC ആണ്, അതുകൊണ്ട് നിന്നെ ഭയങ്കര സ്മെല്ലാണ്, അതുകൊണ്ട് നിന്നെ ജോലിക്ക് എടുക്കാൻ പറ്റില്ല എന്ന് ഒരു രക്ഷകർത്താവ് അഭിലാഷ് സാറിനോട് വിളിച്ച് പറഞ്ഞ് എന്ന് ഇങ്ങനെ ആ ചേച്ചി എന്നോട് പറഞ്ഞു. അങ്ങനെ ഞാൻ ഉടൻ തന്നെ പ്രിൻസിപ്പാളിനെ കണ്ടു. അപ്പം പ്രിൻസിപ്പാൾ പറയുന്നു ആ ചേച്ചി പ്രിൻസിപ്പാൾ അറിഞ്ഞിട്ടേ ഇല്ല എന്നാണ് അവർ പറയുന്നത്. ഇവിടുത്തെ പ്രിൻസിപ്പാൾ അഭിലാഷ് സാറിനെ വിളിച്ചപ്പം സാറ് വന്നില്ല. അതൊക്കെ സാറ് വരായിരുന്നു. ഞാൻ എന്ത് പറഞ്ഞ് വെയിറ്റ് ചെയ്യാൻ പറഞ്ഞു. അങ്ങനെ ഞാൻ വെയിറ്റ് ചെയ്ത് കുറച്ച് നേരം നോക്കിയപ്പോൾ ഗ്രൗണ്ടിൽ ഡ്രൈവർ ഇരിക്കുകയായിരുന്നു. ശരീരത്തില് സ്മെല്ല് വമിക്കുന്നു എന്നുള്ളതാണ് പരാതിയായി പറഞ്ഞത്. അങ്ങനെ ഡ്രൈവറോട് ഞാൻ ചോദിച്ചപ്പോഴത്തേക്ക് ഡ്രൈവർ പറഞ്ഞു അവർ ഇതൊന്നും അറിഞ്ഞിട്ടില്ല എന്നാണ് പറഞ്ഞത്. അടുത്ത് അവിടെ 5-6 വണ്ടികൾ ഇങ്ങനെ നിൽക്കുകയാണ്. അപ്പോൾ അതിൻ്റെ അടുത്ത് അഭിലാഷ് സാർ നിൽക്കുകയായിരുന്നു. അങ്ങനെ സാറിൻ്റെ അടുത്ത് ഞാൻ പോയി ചോദിച്ചപ്പോൾ പറഞ്ഞ്, സാർ എന്താണ് സംഭവം, ആരാണ് ഇങ്ങനെ പറഞ്ഞത്? അത് നിങ്ങൾ പോണ റൂട്ടിൽ ഡ്രൈവറോട് വിളിച്ച് ഇതുപോലെ ഒരു രക്ഷകർത്താവ് ഇങ്ങനെ വിളിച്ച് പറഞ്ഞ് ഇയാളെ പറ്റുന്നില്ല, ഇയാൾ SC ആണ്, അതുകൊണ്ട് ജോലിക്ക് എടുക്കണ്ട എന്ന്. അതുകൊണ്ട് അപ്പോൾ എന്നിട്ട് അഭിലാഷ് സാർ പറഞ്ഞ് ഇയാളെ എടുക്കാൻ പറ്റൂല, SC ആയതുകൊണ്ട് നിങ്ങൾ എടുക്കാൻ പറ്റൂല എന്നിങ്ങനെ പറഞ്ഞു. രേണു, എത്ര ഗുരുതരമായ ഒരു കാര്യമാണെന്ന് നോക്കണം. നമ്മുടെ എത്ര വർഷം അല്ലെങ്കിൽ നൂറ്റാണ്ടുകൾ പിന്നിട്ടിട്ടും ഇക്കാര്യത്തിന് ഒരു അറുതിയും വന്നില്ല എന്നുള്ളതാണ്. തിരുവനന്തപുരം ഊരൂട്ടമ്പലത്ത് സ്ഥിതി ചെയ്യുന്ന സരസ്വതി വിദ്യാലയത്തിലാണ് ബസ്സിൽ ആയയായി ജോലി ചെയ്യുന്ന ഈ ചേച്ചി ജയശ്രീ എന്ന് പറയുന്ന ഈ സഹോദരിയെ അവിടെ നിന്ന് പിരിച്ചുവിട്ടിരിക്കുകയാണ്. 3 ദിവസം അവിടെ ജോലി ചെയ്തു. അതിനുശേഷം ശരീരത്തിൽ നിന്ന് ദുർഗന്ധം വരുന്നു എന്ന് മുഖത്ത് നോക്കി പച്ചയ്ക്ക് പറഞ്ഞുകൊണ്ട് പിരിച്ചുവിട്ടിരിക്കുകയാണ്. എത്രത്തോളം അനീതിയാണ് നടക്കുന്നത്. ജയശ്രീ ഇപ്പോൾ തിരുവനന്തപുരത്തെ ഈ മാർനല്ലൂർ പോലീസ് സ്റ്റേഷനിലെത്തി പരാതി കൊടുക്കുകയാണ്. നമ്മളിപ്പോൾ ആ പരാതി കൊടുത്തു കഴിഞ്ഞു അല്ലേ? പോലീസിന്റെ ഭാഗത്ത് നിന്ന് എന്താണ് പറയുന്നത്? അവർ കേസെടുക്കാമെന്ന് പറഞ്ഞിട്ടുണ്ട്. കേസെടുത്തിട്ട് അവരെ വിളിച്ച് സംസാരിക്കും. മാനസികമായി ചേച്ചി നല്ല വിഷമം. അല്ല, കാരണം സ്മെല്ലെന്ന് പറഞ്ഞത് കൊണ്ട് എനിക്ക് നല്ല വിഷമമായി. കാരണം എനിക്ക് 2 പെൺമക്കളാണ്. അപ്പോൾ അവരെ ഞങ്ങൾക്ക് വളർത്താൻ വേണ്ടിയാണ് ഞങ്ങൾ ഈ ജോലിക്ക് വേണ്ടി പോയത്. അപ്പോൾ ഇനിയും അവരിനി വളർന്നു വരുന്ന തലമുറയാണ്. അപ്പോൾ ഇനി അവർക്ക് ഇങ്ങനെ ഒരു സമൂഹത്തിൽ ഇനി ഒരു ജോലിക്ക് വേണ്ടി അവരിനി പോകുമ്പോഴത്തേക്ക് അങ്ങനെ അവർക്ക് ഇങ്ങനെ ഉണ്ടാവരുത്. അതിനു വേണ്ടിയാണ് ഈ കേസ് ഞാൻ കൊടുത്തത്. നമുക്കറിയാം, ഇത് ഒരു പഞ്ചമിയുടെ പിൻതലമുറക്കാരിയാണ്. 4ാം തലമുറയിൽപ്പെട്ടതാണ് ജയശ്രീ എന്ന് പറയുന്നത്. 1914 അയ്യങ്കാളി ഒരു താഴ്ന്ന ജാതിയിലുള്ള പെൺകുട്ടിക്ക് വിദ്യാഭ്യാസം തടസ്സപ്പെട്ടതിനെ തുടർന്ന് നേരിട്ടെത്തി വിദ്യാഭ്യാസത്തിനായി സ്കൂളിലേക്ക് പ്രവേശിപ്പിച്ച ലഹളയായിരുന്നു. നമുക്കറിയാം ഊരുട്ടമ്പലം ലഹളയും കണ്ടല ലഹളയും ഒക്കെ. അതിൽ പങ്കെടുത്ത വ്യക്തിയാണ് പഞ്ചമി. ആ പഞ്ചമിയുടെ ഇത്രയും വർഷം 111ഓളം വർഷമാകുന്നു അല്ലെ ആ ഒരു സംഭവം നടന്നിട്ട്. അതിനുശേഷവും ഈ പിൻതലമുറക്കാർക്കും ഇതേ കാര്യം തന്നെ ഈ നാട്ടിൽ സംഭവിക്കുന്നു എന്ന് പറയുന്നത് കേരളത്തിലെ തന്നെ പരിഷ്കൃത സമൂഹത്തെ നാണം കെടുത്തുന്ന ഒരു കാര്യമാണ് ഇപ്പോൾ ഈ ജയശ്രീ എന്ന് പറയുന്ന ചേച്ചി പറയുന്നത്. ഇതുമായി ബന്ധപ്പെട്ട് മറ്റെന്തെങ്കിലും തരത്തിൽ HMന്റെ ഭാഗത്തു നിന്ന്, അതായത് പിരിച്ചുവിട്ടത് HMന്റെ ഭാഗത്തു നിന്നും അവരെ ശരിവയ്ക്കുന്നുണ്ടോ? HM തിരിച്ചു വരാൻ പറഞ്ഞോ?
HM ഇന്നലെ രാത്രി എന്നെ വിളിച്ചു കൊണ്ടുപോയ ചേച്ചിയോട് വിളിച്ച് പറഞ്ഞ് എൻ്റെ കൂടെ ഇന്ന് അങ്ങോട്ട് ചെല്ലണം എന്നിങ്ങനെ പറഞ്ഞു. അപ്പം ഞാൻ പറഞ്ഞു, ചേച്ചി എന്തായാലും ഇനി ഞാൻ വരത്തില്ല, എന്നെ അവിടെ നിന്ന് ആക്ഷേപിച്ച് വിട്ടതല്ലേ, അതുകൊണ്ട് ഇനി ഞാൻ വരില്ല, കാരണം അത് നാണക്കേടാണ്, ഇനി ഞാൻ വരില്ല എന്ന് പറഞ്ഞ് ഞാൻ ഇങ്ങനെ ഫോൺ കട്ട് ചെയ്തത്. അങ്ങനെ HM ഇങ്ങനെ പറഞ്ഞായിരുന്നു, ചെല്ലാൻ എൻ്റെ കൂടെ അങ്ങോട്ട് സംസാരിക്കാനായിട്ട് അങ്ങോട്ട് ചെല്ലാൻ പറഞ്ഞായിരുന്നു. അത്തരത്തിൽ വലിയൊരു അനീതിയാണ് നടത്തിയിരിക്കുന്നത്. ഇപ്പോൾ എടുത്തു പറഞ്ഞത് അവർ നിങ്ങൾ SC/ST വിഭാഗമല്ലേ എന്ന് ചോദിച്ചുകൊണ്ടാണ് ശരീരത്തിൽ നിന്ന് ദുർഗന്ധം വമിക്കുന്നു എന്ന കാര്യമാണ് വീണ്ടും വീണ്ടും എടുത്തു പറഞ്ഞത്. സ്മെല്ല് വരുന്നുണ്ട്, പിന്നെ എന്നെ പറ്റുന്നില്ല എന്നാണ് പറഞ്ഞത്. നിങ്ങളെ പറ്റുന്നില്ല, രക്ഷാകർത്താവിനും പറ്റുന്നില്ല എന്ന്. അപ്പോൾ രക്ഷാകർത്താവിന് പറ്റുന്നത് കുഞ്ഞുങ്ങളെയല്ലേ ഞങ്ങൾ വണ്ടിയിലേക്ക് കൊണ്ടുപോകുന്നത്. അപ്പോൾ രക്ഷാകർത്താവിന് പറ്റാത്ത കാര്യം എന്താണ്, അത് നമുക്കറിയണ്ടേ. അപ്പോൾ ഏത് രക്ഷാകർത്താവാണെന്ന് പറഞ്ഞത്? അങ്ങനെ ഏതെങ്കിലും രക്ഷാകർത്താവ് പറഞ്ഞിരുന്നു, അതോ ഈ അഭിലാഷ് എന്ന് പറയുന്ന ഈ വെഹിക്കിൾ കോർഡിനേറ്റർ അദ്ദേഹമാണല്ലോ ഇത്തരത്തിൽ ആരോപണം ഉന്നയിച്ചത്, അദ്ദേഹം സ്വന്തമായി ഉണ്ടാക്കി പറഞ്ഞതാണോ, അത് അന്വേഷിച്ചോ? അത് അതിന് ചോദിച്ചപ്പോൾ ഈ അഭിലാഷ് സാർ പറയുന്നില്ല, ആരാണെന്ന് പറയുന്നില്ല. അപ്പോൾ ആ സാറ് പറയുന്നത് വെച്ചാൽ ഇങ്ങനെ ഒരു രക്ഷാകർത്താവ് വിളിച്ചു പറയും, നിങ്ങൾ പോണ റൂട്ട് മലയങ്കിഴ് പോണ റൂട്ടാണ് ഞാൻ പോയത്, അപ്പോൾ ആ റൂട്ടിലുള്ള രക്ഷാകർത്താവാണ് ഇങ്ങനെ പറഞ്ഞത്, അതുകൊണ്ട് നിങ്ങൾ എടുക്കാൻ പറ്റില്ല, നിങ്ങൾ SC അല്ലേ, അതുകൊണ്ട് അവർ പറഞ്ഞുകൊണ്ട് ഞങ്ങൾക്കും എടുക്കാൻ പറ്റില്ല എന്നാണ് അവർ പറഞ്ഞത്. ഈ ജയശ്രീയുടെ സഹോദരി കൂടി ചേരുകയാണ്. ഈ ചേച്ചിയാണ് ജയശ്രീക്ക് ഇത്തരത്തിലുള്ളൊരു ജോലി അറിയിപ്പ് നൽകുന്നതും അവിടെ എത്തിക്കുന്നതും അല്ലേ? ഫോൺ നമ്പർ ആ ചേച്ചി എന്നെ വിളിച്ച് എന്നോടത്താണ് ആദ്യം ജോലിക്ക് വരുന്നുണ്ടോ എന്ന് ചോദിച്ചത്. അപ്പോൾ ഞാൻ ഇപ്പോൾ ചെറുതായിട്ട് ഒരു ബാങ്കിൽ അടിച്ചു വരാൻ പോകുന്നതുകൊണ്ട് ഞാൻ പറഞ്ഞു എനിക്ക് സമയം കിട്ടുന്നില്ല, എൻ്റെ ചേച്ചിയുടെ അടുത്ത് പറഞ്ഞു. അപ്പോൾ ചേച്ചിയുടെ ഫോൺ നമ്പർ കൊടുക്കുമെന്ന് ചോദിച്ചു. ഈ ഒരു വിഷയത്തിൽ എന്താണ് ചേച്ചിക്ക് വളരെ വിഷമമായി? വളരെ വിഷമമുണ്ട്. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ജാതി അധിക്ഷേപിച്ചല്ലേ നമ്മളിങ്ങനെ പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ ഈ പണ്ട് കാലത്താണ് ഇങ്ങനത്തെ ഒരു സമ്പ്രദായം ഉണ്ടായിരുന്നു, ഇപ്പോഴും അത് നിലനിൽക്കുന്നു എന്ന് പറയുമ്പോഴത്തേക്കും നമ്മളെ കുഞ്ഞുങ്ങളായിരുന്നാലും ഒരു തൊഴിലിനായിരുന്നാലും നമ്മൾ ഒരു സ്ഥാപനത്തിൽ എങ്ങനെ പറഞ്ഞു വിടും, വിശ്വസിച്ച് നമ്മൾ എങ്ങനെ പറഞ്ഞു വിടും. അപ്പോൾ നമുക്ക് മാനസികമായിട്ട് സത്യം പറഞ്ഞാൽ നമ്മൾ തളർന്നു തന്നെയാണ് നിൽക്കുന്നത്. ഇപ്പോൾ ഇനി അവിടെ എന്താണ് നിങ്ങളുടെ മുന്നിലോട്ടുള്ള വഴി? നമുക്ക് പിന്നാക്ക വിഭാഗവുമായി ബന്ധപ്പെട്ട കമ്മീഷനോ അല്ലെങ്കിൽ പട്ടികജാതി പട്ടികവർഗ കമ്മീഷനോ എന്തെങ്കിലും പരാതി കൊടുക്കുന്നുണ്ടോ? ഞങ്ങളിത് നല്ല അങ്ങോട്ട് തുടർന്ന് പരാതി കൊടുക്കും ഇതിന് നമ്മൾ. കാരണം ഞങ്ങളെ മക്കൾക്ക് ഇങ്ങനെ ഒരു അനുഭവം ഉണ്ടാവരുത്, അതുകൊണ്ട് ഞങ്ങൾ ഇതിന് വനിതാ സെല്ലിലും അങ്ങനെ പിന്നെ മനുഷ്യാവകാശ കമ്മീഷൻ അങ്ങനെയൊക്കെ ഉണ്ടല്ലോ, അതിലൊക്കെ ഞങ്ങൾ പരാതി കൊടുത്തിരുന്നു. പോലീസിന്റെ ഭാഗത്ത് നിന്ന് എങ്ങനെയായിരുന്നു ഇവിടെ പരാതി കൊടുക്കാമെന്നപ്പോൾ എന്തായിരുന്നു അവരുടെ പ്രതികരണം? അവര് നിങ്ങളെ ഒപ്പം ഞങ്ങൾ നിൽക്കാമെന്നാണ് പറഞ്ഞത്. പോലീസ് അങ്ങനെയാ പറഞ്ഞത്. മൊഴി രേഖപ്പെടുത്തിയോ? മൊഴി ഇപ്പം രേഖപ്പെടുത്തിയിട്ടുണ്ട്. FIR ഇടുമെന്ന് പറഞ്ഞു. ഇടുമെന്ന് പറഞ്ഞു. രേണു, ഇത് തന്നെയാണ് നമ്മളിപ്പോൾ നിൽക്കുന്നതും. ഇവർ പരാതി കൊടുക്കാൻ എത്തിയ പോലീസ് സ്റ്റേഷനിൽ തന്നെയാണ്. പോലീസിന്റെ ഭാഗത്ത് നിന്ന് ഇപ്പോൾ മൊഴി രേഖപ്പെടുത്തിയിട്ടുണ്ട്. FIR ഉടൻ തന്നെ ഇടുമെന്നുള്ളത് തന്നെയാണ് നമുക്ക് പ്രതീക്ഷിക്കുന്നത്. ഇതുമായി ബന്ധപ്പെട്ട മുന്നോട്ട് നടപടികളുമായി പോകുമെന്നുള്ളതാണ് അവർ പറയുന്നത്. പിന്നാക്ക വിഭാഗ ജനങ്ങൾ അവരുടെ പരിഷ്കരണം, ഇവരുടെ ഉന്നമനത്തിന് വേണ്ടി പല നൂറ്റാണ്ടുകളായി പല നവോത്ഥാന നായകരും പ്രവർത്തിച്ചു വന്ന ഒരു നാടാണ് കേരളം. പണ്ടത്തെ സ്വാമി വിവേകാനന്ദൻ കാണിച്ചു തന്ന ഒരു ഭ്രാന്താലയം എന്ന് വിളിച്ച കേരളത്തിലേക്കൊന്നും ഇവിടെ ആരും എത്തിയിട്ടില്ല. പക്ഷേ ഈ കാലഘട്ടത്തും ഇത്തരത്തിലൊക്കെ നടക്കുന്നു എന്നുള്ളതാണ്. ശരീരത്തിൽ നിന്ന് ഒരു സ്ത്രീയെ, ഒരു മനുഷ്യനെ അവരുടെ മുഖത്ത് നോക്കി ശരീരത്തിൽ നിന്ന് സ്മെല്ല് വരുന്നു എന്ന് പറഞ്ഞ് അധിക്ഷേപിച്ചുകൊണ്ട് ഒരു ജോലിയിൽ നിന്ന് പിരിച്ചുവിട്ടിരിക്കുകയാണ്. 3 ദിവസത്തിനു ശേഷം സ്കൂൾ കുട്ടികളുടെ ബസ്സിൽ ആയയായി ജോലി ചെയ്തിരുന്ന ജയശ്രീയാണ് പിരിച്ചുവിട്ടിരിക്കുന്നത്. അടിയന്തരമായി കമ്മീഷനുമായി ബന്ധപ്പെട്ട വകുപ്പ് മന്ത്രി അടക്കം ഇടപെടേണ്ട ഒരു സാഹചര്യമുണ്ട്. വിദ്യാഭ്യാസ വകുപ്പിനടക്കം പരാതി നൽകുമോ? കൊടുക്കും. അത്രയ്ക്ക് മാനസികമായിട്ട് നല്ലതുപോലെ വേദനിച്ചു. കാരണം ഞങ്ങൾ ജോലിക്ക് വേണ്ടി പോയല്ലേ, അപ്പം പിന്നെ ഈ സ്മെല്ല് ഇങ്ങനെയൊക്കെ പറയുമ്പോൾ നല്ല വേദന ഉണ്ടാവൂലേ. ഞങ്ങൾ മക്കൾക്ക് വേണ്ടി അധ്വാനിക്കാൻ വേണ്ടി പോയതല്ലേ, അപ്പം ഇങ്ങനെ പറഞ്ഞാൽ നല്ല വിഷമമുണ്ട്. അപ്പോൾ ഇനി അത് വേണ്ടി കൊടുക്കും. ജയശ്രീയുടെ മകള് കൂടെ നമ്മുടെ കൂടെ ഉണ്ട്. ആ കുട്ടി നമ്മളോട് പങ്കുവച്ചൊരു കാര്യമുണ്ട്. ഞാൻ അമ്മയോട് പറഞ്ഞതാണ് അവിടെ പോകണ്ട എന്ന്, കാരണം അത്തരത്തിലുള്ള അനുഭവം അവിടെ ഉണ്ടാകുമെന്നുള്ളത് ഉറപ്പായിരുന്നു എന്നുള്ളതാണ്. എന്തുകൊണ്ടാണ് മോളിപ്പോൾ ഡിഗ്രിക്ക് പഠിക്കുകയാണ് അല്ലേ? പോളിടെക്നിക്കാണ്. എന്ത് തോന്നുന്നു അമ്മയ്ക്ക് ഇങ്ങനെ ഒരു ഇതിൽ പ്രതികരിക്കണമെന്ന് തന്നെ തോന്നിയോ? പ്രതികരിക്കണം. ഞാൻ മുന്നേ ഞാൻ പറഞ്ഞാണ് സ്കൂൾ അത്ര ഓക്കെ അല്ല, പോണ്ടെന്ന് പറഞ്ഞതാണ്. എന്നിട്ട് എന്താ നോക്കിയിട്ട് എന്താന്ന് വെച്ച് നോക്കിയിട്ട് പോവാന്നും പറഞ്ഞ് പോയതാണ്. ഇപ്പോഴും ഈ നൂറ്റാണ്ടിലും ജാതി അധിക്ഷേപം നിങ്ങളെ പോലെ വിദ്യാഭ്യാസമുള്ള കുട്ടികൾക്ക് വരെ നേരിടേണ്ടി വരുന്നുണ്ട്. എന്താണ് പറയാനുള്ളത്? കഷ്ടമാണ് ഈ ഒരു നൂറ്റാണ്ടിൽ ഇപ്പൊ ഇങ്ങനെയൊക്കെ നിൽക്കുന്ന വെച്ചാൽ വളരെ കഷ്ടമാണ്. ഇനി നമുക്കും ഇത് വരാൻ പാടില്ല. അതിന് വേണ്ടിയിട്ടാണ് നമ്മൾ കേസ് കൊടുത്തിരിക്കുന്നത്. ഇനി നമ്മളിപ്പോൾ സെക്കൻഡ് ഇയർ ആണ്. ഇനി ഒരു വർഷം കൂടി കഴിഞ്ഞാൽ എനിക്കും ജോലിക്ക് പോകാൻ വേണ്ടിയിട്ട് നിൽക്കുന്നതാണെങ്കിൽ, അപ്പോൾ നമുക്ക് ഈ ഒരു ഗതി വരരുത്. അതിന് വേണ്ടിയിട്ടാണ് ഈ കേസ് കൊടുത്തത്, അല്ല വേറെ ഒരു പ്രശ്നമായിട്ടല്ല. ഒത്തുതീർപ്പിന് എന്തിനെങ്കിലും വന്നാൽ സമ്മതിക്കുമോ? ഇല്ല, ഈ ഒത്തുതീർപ്പ് അത് ചിന്തിക്കുന്ന പോലുമില്ല. അങ്ങനെ ഒത്തുതീർപ്പിന് വേണ്ടിയിട്ടല്ലല്ലോ. അതിന് പിന്നെ നമ്മൾ എന്തിനാ കേസ് കൊടുത്തത്? ഒത്തുതീർപ്പിനാണെങ്കിൽ ഒരിക്കലും ഒത്തുതീർപ്പിന് നിൽക്കുന്നില്ല.
രേണു, അവർ പറയുന്നത് ഒത്തുതീർപ്പിന് നിൽക്കില്ല എന്നുള്ളതാണ്. കാരണം ഇത് ഈ അനുഭവിച്ചിരിക്കുന്നത് ചെറിയൊരു വിഷമമല്ല, ഒരു വ്യക്തിയുടെ ഒരു ജയശ്രീയുടെ മാത്രം വിഷമമല്ല. ഇന്നും ഈ സമൂഹത്തിൽ പലരും പല രീതിയിൽ ഇത്തരത്തിലുള്ള വിവേചനങ്ങൾ നേരിടുന്നുണ്ട്, ഇത്തരത്തിലുള്ള ആക്രമണങ്ങൾ, അത് വാക്ക് ആക്രമണങ്ങളൊക്കെ നേരിടുന്നുണ്ട്. അത്തരത്തിൽ വളരെ ഇത് വാഗുകൊണ്ട് തന്നെ ക്രൂരമായ ഒരാളെ ആക്രമിക്കാൻ കഴിയുമെങ്കിൽ ഇതാണ് ആക്രമണം എന്ന് പറയാം. കാരണം ഒരു സ്ത്രീയുടെ മുഖത്ത് നോക്കി നിങ്ങളുടെ ശരീരത്തിൽ നിന്ന് സ്മെല്ല് വരുന്നു, നിങ്ങൾക്ക് ജോലിയില്ല എന്നൊക്കെ പറയുന്ന തരത്തിലേക്ക്. എന്നോട് ആ കൊച്ചു നേരത്തെ പറഞ്ഞത്, അമ്മ അവരോട് പറഞ്ഞു ഞാൻ എല്ലാ ദിവസവും കുളിച്ചിട്ടാണ് വരുന്നത്, എന്തുകൊണ്ട് അങ്ങനെ പറയുന്നു? ഇത്ര നിസ്സഹായ അവസ്ഥയാണ്. ഇത്തരത്തിലൊക്കെ ഒരു ജീവനക്കാരിക്ക് ഒരു സ്കൂളിൽ അവർ വിളിച്ച് ജോലി നൽകിയ ഒരു ജീവനക്കാരിയാണ്, അവർക്ക് അവിടെ ചെന്ന് ഇത്തരത്തിലൊക്കെ പറയേണ്ടി വരുന്ന ഒരു അവസ്ഥ എത്രത്തോളമാണെന്നുള്ളത് നമുക്ക് കണ്ടു തന്നെ അറിയാം. എന്തായാലും ഇവർ ഇതുമായി ബന്ധപ്പെട്ട നിയമ നടപടികളുമായി മുന്നോട്ട് പോകുന്നു എന്നുള്ളതാണ് പറയുന്നത്. വകുപ്പ് മന്ത്രിമാർക്ക് അടക്കം അവർ പരാതി കൊടുക്കാൻ ഒരുങ്ങുന്നുണ്ട്. അതുകൊണ്ട് തന്നെ ഉടൻ തന്നെ ഉള്ളൊരു അതുപോലെ തന്നെ ഇന്നത്തെ നൂറ്റാണ്ടിലും ഇതൊക്കെ സംഭവിക്കുന്നുണ്ട്, നമുക്കിടയിൽ ഇത് നടക്കുന്നുണ്ട് എന്നുള്ളത് സങ്കടകരമായ ഒരു കാര്യം. മലയാളികൾ ഭയങ്കരമായിട്ട് അഹങ്കരിക്കുന്ന ആളുകളാണ്, അതായത് വളരെ പരിഷ്കൃതമായി ജീവിക്കുന്നവരാണ്, മറ്റുള്ളവരെക്കാളും ഒരല്പം മുകളിലാണെന്ന് പോലെ കരുതുന്ന ആളുകളുണ്ട്. നമ്മളെല്ലാവരും അങ്ങനെയാണെന്ന് നമ്മൾ കരുതാറുണ്ട്. പക്ഷേ അങ്ങനെ ഒരു സമയത്താണ് ഇത്തരം ഒരു ജാതീയമായ ഒരു അധിക്ഷേപം, SC എന്ന് പറഞ്ഞിട്ട് ഒരാളെ ജോലിക്കിന് വരണ്ട എന്ന് പറയുക. അയാളെ ജാതീയമായി മാത്രമല്ല അധിക്ഷേപിച്ചത്, ഒരു പേഴ്സൺ എന്ന നിലയിൽ കൂടിയുള്ള ഒരു അധിക്ഷേപമാണ്, ശരീരത്തിൽ നിന്നും ദുർഗന്ധം വരുന്നു എന്നും പറഞ്ഞിട്ട്. അപ്പം അത്തരം ഒരു സാഹചര്യത്തിലൂടെയൊക്കെ കടന്നു പോകേണ്ടി വരുമ്പോൾ ഒത്തുതീർപ്പുകളല്ല അവിടെ വേണ്ടത്, നിയമ നടപടി തന്നെയാണ്. അത്തരം നിയമ നടപടികളിലൂടെ പോയി കഴിയുമ്പോൾ അത് മറ്റുള്ളവർക്കൊരു പാഠമാണ്. ഇനി ഇത് ആരോടും ചെയ്യരുത് എന്നുള്ളൊരു പാഠം, അതിലൂടെ തന്നെയാണ് അത് കടന്നു പോകേണ്ടത്.